കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയതയും അതിനെ തുടർന്നുണ്ടായ അച്ചടക്ക നടപടികളും. വി.എസ്. അച്യുതാനന്ദൻ എന്ന അതികായനായ നേതാവിന്റെ നിഴലിലായി അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ. സുരേഷ് 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സജീവ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ മടങ്ങിവരവ് ഇടതുപക്ഷത്തേക്കല്ല, മറിച്ച് കോൺഗ്രസിന്റെ കൈപിടിച്ചാണെന്നത് രാഷ്ട്രീയ കേരളത്തെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട് നടന്ന യു.ഡി.എഫിന്റെ പുതുയുഗ യാത്ര സമാപന വേദിയിലാണ് ആ നിർണായകമായ രാഷ്ട്രീയ നീക്കം നടന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരിട്ടെത്തി എ. സുരേഷിനെ ഷാൾ അണിയിച്ചതോടെ കേരളം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് സംഭവിച്ചു. കേവലം ഒരു വ്യക്തിയുടെ മാറ്റം എന്നതിലുപരി CPM-ന്റെ കോട്ടകളിൽ ഒന്നായ പാലക്കാട് ജില്ലയെ, പ്രത്യേകിച്ചും മലമ്പുഴ മണ്ഡലത്തിൽ ഇത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. 13 വർഷത്തെ നീണ്ട കാത്തിരിപ്പും വേദനയും. 2013-ലാണ് എ. സുരേഷിനെ CPM-ൽ നിന്നും പുറത്താക്കുന്നത്. പാർട്ടിയിൽ ഉൾപ്പെടെ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന ആ കാലത്ത് വി.എസ്. അച്യുതാനന്ദന്റെ വിശ്വസ്തനായ സുരേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടി രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നതായിരുന്നു. വൈക്കം വിശ്വൻ, എ. വിജയരാഘവൻ എന്നിവരടങ്ങിയ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുറത്താക്കൽ. വേദിയിൽ വെച്ച് സുരേഷ് നടത്തിയ പ്രതികരണം ഏറെ വൈകാരികവുമായിരുന്നു. 13 വർഷത്തെ വേദനയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വി.എസ്. അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന് പാർട്ടി നൽകിയ ശിക്ഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന തനിക്ക് ലഭിച്ചതായും അദ്ദേഹം ആരോപിച്ചു. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷവും ഇടതുപക്ഷ ആശയം വിശ്വസിച്ച് പുറത്തു നിന്ന് തനിക്ക് ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് ബോധ്യമായതിൽ നിന്നാണ് ഈ മാറ്റം. സമീപകാലത്ത് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ ചില പ്രസ്താവനകളാണ് സുരേഷിനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. പുറത്താക്കപ്പെട്ടവന്മാരെ തിരിച്ചെടുത്തില്ലെങ്കിൽ എത്ര അപ്പീൽ നൽകിയാലും ഫലമുണ്ടാകില്ലെന്ന നിലപാട് പാർട്ടി നേതൃത്വം കർക്കശമാക്കി. ഇതോടെ CPM-ലേക്ക് ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണെന്ന് സുരേഷിന് ഉറപ്പായി. തന്നെപ്പോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ നേരിടുന്ന അവഗണനയും ഭരണവിരുദ്ധ വികാരവും തന്നെ മാറി ചിന്തിപ്പിച്ചുവെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. താൻ ഇപ്പോഴും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്നും യഥാർത്ഥ ഇടതുപക്ഷ മൂല്യങ്ങൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് UDF ആണെന്നും സുരേഷ് പറയുന്നുണ്ട്. സോഷ്യലിസത്തിലൂടെ മാത്രമേ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുമുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്നും CPM-നെ സ്നേഹിക്കുന്നവർ പോലും ഭരണത്തിൽ മടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. മലമ്പുഴ മണ്ഡലത്തിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ്. വി.എസ്. അച്യുതാനന്ദൻ ദീർഘകാലം പ്രതിനിധീകരിച്ച മണ്ഡലം എന്ന നിലയിൽ മലമ്പുഴയിലെ വോട്ടർമാർക്കിടയിൽ സുരേഷിന് നല്ല സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും VS പക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം സുരേഷിന്റെ സാന്നിധ്യം നിർണായകമാണ്. എന്നാൽ മത്സരത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം UDF നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് അദ്ദേഹം. സുരേഷിനൊപ്പം ഇടത് സഹയാത്രികനായിരുന്ന ഹസ്കറും ഒരുമിച്ച് ചേർന്നത് ഇടതുപക്ഷത്തിന് വലിയൊരു ആഘാതമാണ്. പുതുയുഗ യാത്രയുടെ സമാപന വേദി രാഷ്ട്രീയ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല, കാരുണ്യത്തിന്റെ സ്പർശനം കൊണ്ടും ശ്രദ്ധേയമായി. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്ന കാഴ്ച അവിടെ കാണാമായിരുന്നു. ചികിത്സയ്ക്കിടെ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി എന്ന സ്ത്രീക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമിയുടെ രേഖകൾ വി.ഡി. സതീശൻ കൈമാറുകയുണ്ടായി. ഇത് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലെ മാറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എ. സുരേഷിന്റെ പ്രവേശനം ഒരു തുടക്കം മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിസ്മയങ്ങൾ കേരളം കാണുമെന്നും വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ഇത്തരം നീക്കങ്ങൾ സഹായിക്കുമെന്നാണ് UDF-ന്റെ നിർദ്ദേശം. വി.എസിന്റെ വിശ്വസ്തനായ ഒരാൾ വേദിയിലെത്തുന്നത് CPM-ന് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കേരളം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ എ. സുരേഷിന്റെ ഈ നീക്കം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. താൻ നേരിട്ട് 13 വർഷത്തെ നീതി നിഷേധത്തിന് വോട്ടർമാരിലൂടെ മറുപടി നൽകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്നലെ വരെ താൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം വിവരിക്കാനാവില്ല എന്ന സുരേഷിന്റെ വാക്കുകൾ രാഷ്ട്രീയ പകപോക്കലുകളുടെ ഇരയായി മാറിയ ഒരു വ്യക്തിയുടെ വിലാപമായിട്ടോ അതോ പുതിയൊരു വിപ്ലവത്തിന്റെ തുടക്കമായിട്ടോ കാണാം. എന്തുതന്നെയായാലും മലമ്പുഴയുടെ മണ്ണിൽ ഈ മാറ്റം എന്ത് പ്രതിഫലമാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.